അപ്പോൾ ഇത് നമുക്ക് വെട്ടി കഴിഞ്ഞിട്ട് കിട്ടിയതാട്ടോ. ഇത് നിവർത്തിയിട്ടപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. ഇത് അടിഭാഗത്തോട്ട് വരുന്ന ഭാഗം കേട്ടോ. ഇത് ലാസ്റ്റ് നമ്മളെ അടിഭാഗം. അവിടെ ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയില്ല, ചിലതിലുണ്ട് ചിലതിലില്ല. എന്തായാലും നമ്മൾ നോക്കി നോക്കാം. ഇതാണ് മോൾ ഭാഗം വരുന്നത്. നമ്മൾ നെക്കൊക്കെ വെട്ടിക്കളയുമ്പോൾ ഞാനിത് അവിടെ ഇസ്തിരി ഇട്ടിട്ട് കരിഞ്ഞ ഭാഗമുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തായിരുന്നു തുണി. 4 മീറ്ററോളം എടുത്തായിരുന്നു. 1 മീറ്റർ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് മുറിച്ചിട്ട്, കാരണം നമുക്ക് കൈക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി 4 മീറ്റർ എടുത്തുകൊണ്ട് എനിക്ക് മൊത്തം ടോട്ടലായിട്ട് പാൻറ്റിൽ കിട്ടിയിരിക്കുന്നത് 24 പാൻറ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാം കൂടി അടിച്ചെടുക്കണം. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം 2 പാൻറ്റിലെടുക്കുക, ബാക്കി മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ നല്ല വശവും വെച്ചിട്ട് ഇങ്ങനെ നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വെച്ചിട്ട് വീഡിയോ ഓണാക്കി ഓർത്ത് തയ്ച്ചുകൊണ്ട് ഇതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ സമയം കിട്ടിയില്ല. ഇതിൻ്റെ മൊത്തം വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ മൊത്തം വീഡിയോ ഇടാം കേട്ടോ. അപ്പം നമ്മൾ ലാസ്റ്റ് ഡ്രസ്സ് ഇങ്ങനെയാണ് കേട്ടോ തയ്ച്ചിട്ടേക്കുന്നത്. കഴുത്ത് സീഡ് ഹാർട്ടിനൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള കഴുത്ത് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായിട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാത്തിനും അത് തന്നെയാണ് വെക്കുന്നത്. പുറകിൽ ചതുരക്കഴുത്ത് പോലെ വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ എന്താ പറയുക, പൈപ്പിങ്ങൊക്കെ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരാഗ്രഹം തോന്നി ചെയ്തതാണ്. പിന്നെ പഫ് പോലത്തെ ചെറിയ പഫ് വരുന്ന രീതിയിലുള്ള കൈയാണ്. എല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് നെക്കിൽ ഇച്ചിരി വർക്കൊക്കെ കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാവും. ലാസ്റ്റ് ചെയ്ത് ഞാൻ ഇട്ടിട്ട് 2 വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.